നമുക്കിപ്പം ഇനി നിതിൻ സേവ്യർ കൊച്ചിയിൽ ചേരും. നിതിൻ, ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷ എന്ന ആകാംക്ഷയോടൊപ്പം തന്നെ അത്രയും പ്രധാനമുള്ളതാണ് ഈ ജഡ്ജ്മെന്റിന്റെ വിധി പ്രസ്താവത്തിന്റെ മുഴുവൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് ഒരു ഗൂഢാലോചന കുറ്റം ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി, 8ാം പ്രതിയെ എങ്ങനെ ഒഴിവാക്കി എന്നതിലെ പൂർണ്ണമായ വിവരങ്ങൾ കൂടിയാണ് കേരളം ഇന്ന് കാത്തിരിക്കുന്നത്. അപ്പോൾ എത്ര മണിയോടുകൂടി കോടതിയിൽ ഈ വിധി പ്രസ്താവത്തിന്റെ നടപടികൾ തുടങ്ങും? എപ്പോഴത്തേക്ക് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ, നമുക്ക് വിധി ജഡ്ജ്മെന്റ് കോപ്പിയുടെ പൂർണ്ണ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടും? തീർച്ചയായും. അതായത് ഈ കേസിന്റെ ഒരു ദേശീയ ശ്രദ്ധ തന്നെ ഈ കേസിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ഈ കേസിലെ 8ാം പ്രതിയുടെ പേരായിരുന്നു. ദിലീപ് എന്ന നടൻ, കേരളത്തിലെ സിനിമാ മേഖല കൈയടക്കി വെച്ചിരുന്ന ഒരു നടൻ. ആ നടന്റെ പേര് ഈ കേസിലേക്ക് വന്നതോടുകൂടി തന്നെയാണ് ഈ കേസിനൊരു ദേശീയ ശ്രദ്ധ കിട്ടിയത്. ആദ്യം തന്നെ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക, അത് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമായിരുന്നു. തുടക്കത്തിൽ കുറ്റപത്രം നൽകിയപ്പോൾ ദിലീപിന്റെ പേരില്ല. പിന്നീട് ഈ കേസിന്റെ ഈ പൾസർ സുനിക്ക് അയച്ച കത്തും മറ്റും പുറത്തു വരുമ്പോഴാണ് ദിലീപ് ഈ കേസിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു, ദിലീപ് ജയിലിൽ കിടക്കുന്നു, ജാമ്യം കിട്ടി പുറത്തു വരുന്നു. അങ്ങനെ വലിയ ശ്രദ്ധ ഈ കേസിന് വരാനുണ്ടായ കാരണം ദിലീപിന്റെ പേര് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരെ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ കേസിലൊരു വിധി പറയുമ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നൊരു സാഹചര്യത്തിലാണ് വരുന്നത്. അപ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു വിമർശനവും, അല്ലെങ്കിൽ 2 തട്ടിലാണ്. നേരത്തെ നടരാജ് പറഞ്ഞ പോലെ തന്നെ 2 പക്ഷത്തായുള്ള സംസാരം, ഇതിൽ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദിലീപ് പ്രതിയല്ല എന്ന പേരിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ജഡ്ജ്മെന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ ദിലീപ് ഇതിൽ പ്രതിയല്ലാത്തത്, ഗൂഢാലോചന തെളിയിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആകാത്തത് എന്ന് ഈ ജഡ്ജ്മെന്റ് പുറത്തു വരുമ്പോൾ ായിരിക്കും അറിയാൻ സാധിക്കുക. ഇത് ഈ പ്രോസിക്യൂഷന് വലിയ വീഴ്ച ഇതിൽ തെളിവ് ഹാജരാക്കുന്നതിലുണ്ടായ നടക്കമുള്ള വിമർശനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതിലും ജഡ്ജ്മെന്റ് വന്ന ശേഷം അത് കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുന്ന കാര്യവും ഒപ്പം അതിജീവിത അപ്പീൽ പോകുന്ന കാര്യവും ഒക്കെ തീരുമാനിക്കുക. അതിലും കോടതി നടപടികൾ 11 മണിക്കായിരിക്കും ആരംഭിക്കുക. മുജിത്തബ് കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. മുജിത്തബ്, അപ്പോൾ 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായിരിക്കും കോടതി നടക്കുക? ഇന്ന് തന്നെ ഒരു ശിക്ഷാവിധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഇന്ന് ഒരു പക്ഷേ 11 മണിക്ക് ഈ കേസ് ഫസ്റ്റ് വിളിക്കുമ്പോൾ അതിനകത്ത് ആദ്യം ഇവരുടെ ശിക്ഷ സംബന്ധിച്ചൊരു വാദമാണ് നടക്കുക. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണമെന്നും, അതല്ല അങ്ങനെയല്ല, കുറേയധികം ഇളവ് വേണം, അല്ലെങ്കിൽ ഇപ്പോഴും തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള പ്രതിവാദത്തിന്റെ വാദം കൂടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രധാനമായും ഈ ജീവപര്യന്തം തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. പ്രത്യേകിച്ച് 376D, അത് IPC-യിലെ കുറെ കൂടി കൂട്ടബലാത്സംഗം എന്നുള്ള നിലയ്ക്ക് ആ വകുപ്പാണ് കുറെ കൂടി ഗൗരവമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കുറ്റകൃത്യം നടത്താൻ ഒരു ക്രിമിനൽ പദ്ധതി ഗൂഢാലോചന നടത്തി എന്നതുൾപ്പെടെയുള്ള 120B, അതും ഒരു വളരെ പ്രധാനപ്പെട്ട, ഇതാണ് ഈ കേസിനകത്തുള്ള പ്രധാനപ്പെട്ട 2 ഗൗരവമുള്ള കുറ്റങ്ങൾ. ഒപ്പം തന്നെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ റേപ്പ് ഉൾപ്പെടെയുള്ള 354 വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുമുണ്ട്. പക്ഷേ 2 സാധ്യതയാണ്. ഏറ്റവും ചുരുങ്ങിയത് 20 വർഷം തടവ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയും കാണാം. അതല്ലെങ്കിൽ പരമാവധി ശിക്ഷ ആണെങ്കിൽ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ച് കുറേ അധികം വകുപ്പുകളുണ്ട്. ഇത്രയധികം കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ ഇരട്ട ജീവപര്യന്തം വരെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതൊക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാം. ഏറ്റവും പരമാവധി ശിക്ഷ കഴിഞ്ഞ ദിവസം അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ അവരും അത് തന്നെയാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഈ നേരത്തെ പറഞ്ഞ വിധി പ്രസ്താവത്തിന്റെ കാര്യമാണ്. വിധി പ്രസ്താവത്തിൽ എങ്ങനെയാണ് ഈ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയത്, സംശയാതീതമായി തെളിയിക്കണമെങ്കിൽ എന്ത് ഗ്രൗണ്ടാണ് കോടതി പരിഗണിച്ചതെന്നുൾപ്പെടെ, പ്രത്യേകിച്ച് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ കുറേയധികം സംശയങ്ങൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിജീവിത തന്നെ, നമുക്കല്ല, അതിജീവിത തന്നെ അക്കാര്യങ്ങൾ കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ ഈ കേസിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് തെളിവുകൾ ഇല്ല, ഈ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷന് ഏതെങ്കിലും തരത്തിൽ തെളിവില്ല എന്ന് പറയാൻ ജഡ്ജ് എന്താണ് ഒരു റീസൺ ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്നത്? പ്രത്യേകിച്ച് ഈ ക്രിമിനൽ നടപടിക്രമങ്ങളിലെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അത്തരം നടപടികൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പ്രതിഭാഗം എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വിധിപ്പകർപ്പിലുണ്ടാവും. എന്തായാലും ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്നത് ഒരു 11 മണിയോടെ ഈ കേസ് ആദ്യത്തെ ഐറ്റം ആയിട്ട് തന്നെ പരിഗണിക്കും. കാര്യം ഇതിനകത്ത് അതിസുരക്ഷയുള്ള വിയ്യൂർ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതികൾ, ആ പ്രതികളെ കോടതി മുറിയിൽ ഹാജരാക്കി മറ്റു കോടതി നടപടികൾക്ക് കാത്തു നിൽക്കാൻ സമയമുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ കേസെടുത്തതിന് ശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാദം നടക്കും. കുറേ അധികം വാദം നീണ്ടുപോകാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും അതൊരു നിയമ നടപടിയാണ്. ഒരു ആളെ പ്രതിയെ ശിക്ഷിക്കുമ്പോൾ അതിനകത്ത്
അവരുടെ ഭാഗം കൂടി കേൾക്കണം എന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. അതുകൊണ്ട് അതുകൂടി ഉണ്ടായ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന്. ഒരു കാര്യം കേട്ടോ, ഇതിൽ പല പ്രതികളും പൾസുനി ഇപ്പോൾ 7 വർഷത്തിലധികം ജയിലിൽ കിടന്നതാണ്. പല പ്രതികളും 4-5 വർഷമൊക്കെ ജയിലിൽ കടന്ന പ്രതികളാണ്. അപ്പോൾ ഇവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ഈ റിമാൻഡിൽ കഴിഞ്ഞ കാലാവധി കൂടി കണക്കാക്കിയുള്ള ഒരു ശിക്ഷയായിരിക്കുമോ വിധിക്കുക? അത് ശിക്ഷ ഒരുമിച്ച് വിധിക്കും. പക്ഷെ അത് നേരത്തെ റിമാൻഡിലുണ്ടായിരുന്ന കാലയളവ് അത് അനുഭവിച്ച ശേഷം മാത്രം അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അനുഭവിച്ചാൽ മതി എന്നുള്ളത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലോ എന്ന് വേണമെന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് ബാക്കി ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. പക്ഷെ ശിക്ഷ വിധിക്കുമ്പോൾ ഇത്ര വർഷം തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ ഇന്ന കുറ്റങ്ങൾക്ക്, പ്രത്യേകിച്ച് തെളിയിക്കപ്പെട്ട കുറ്റങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറെ കൂടി ഗൗരവ സ്വഭാവത്തിലുള്ള, അതുകൊണ്ടാണ് ആദ്യം കേസ് പരിഗണിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി നടത്തുന്നത്. അവിടെ നിന്ന് പിന്നീട് സെഷൻസ് വകുപ്പുകൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഈ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് വരുന്നത്. അതിനുശേഷം പിന്നീട് പ്രത്യേക ജഡ്ജിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് തീർച്ചയില്ല. കാര്യം അതൊക്കെ ജഡ്ജിന്റെ ഒരു വിവേചനാധികാരമാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാം, അതല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ആ വിധിപ്പകർപ്പ് ഉൾപ്പെടെ ഇന്നുണ്ടാകും, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള. ചിൽസി സൈഫു, അപ്പോൾ അങ്ങനെയാണ് 11 മണിയോടുകൂടിയായിരിക്കും ഈ കേസ് കോടതി പരിഗണിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷാവിധി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ശിക്ഷാവിധിന് മേലുള്ള ഒരു വാദമാകുമെന്ന് നടക്കുക. ശരി, നിതിൻ സേവ്യറും ഒപ്പം തന്നെ അഹമ്മദ് മുജ്തബയും കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജഡ്ജിന്റെ വിവേചനാധികാരമാണ്. ഒരുപക്ഷെ വാദം കേട്ട ശേഷം മാറ്റിവെക്കാനുള്ള. പക്ഷെ കേരളം കാത്തിരിക്കുന്ന ജഡ്ജ്മെന്റിന്റെ കോപ്പി അത് ഇന്ന് കൈ കിട്ടും എല്ലാവരുടെ.